അപ്പൊ ഇവന്മാര് കള്ളന്മാരെന്ന് പറഞ്ഞ കള്ളന്മാർ കൊന്നു മേടിക്കുക. അപ്പൊ ചിലപ്പോൾ നിങ്ങൾ ചോദിക്കുമായിരിക്കും പിന്നെ എന്നെ കാണിക്കാൻ ഇത് വാങ്ങുന്നതെന്ന്. ഇത് ശരിക്കും പറഞ്ഞാൽ ഞാൻ വാങ്ങിയത് എനിക്കിത് ആവശ്യം ഉണ്ടായിട്ടല്ല ഞാൻ വാങ്ങിയത്. ഇത് വാങ്ങിയത് നിങ്ങളിലേക്ക് അത് എത്രത്തോളം കൊള്ളകളാണ് നടക്കുന്നത്. അത് മാത്രമല്ല ഹായ്, ഞാൻ ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ്, നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മാഹിപ്പള്ളിയുടെ അവിടെ നിന്ന് മറ്റേ പാർക്കിങ്ങിൻ്റെ അടുത്ത് നിന്ന് ഞാൻ തിരി വാങ്ങി. 2 ബോക്സ് തിരിയാണ് വാങ്ങിയതാണ്. 2 ബോക്സ് തിരി വാങ്ങി. അപ്പോൾ ഈ 2 ബോക്സ് തിരിക്ക് അവർ വാങ്ങിയത് 100 രൂപയാണ്. 2 ബോക്സ് തിരിക്ക്. അപ്പോൾ നിങ്ങളായിരിക്കും കുറേ തിരി ഉണ്ടെന്ന്, പക്ഷെ തിരിയൊന്നുമില്ല. 100 രൂപ അയാൾ വാങ്ങി. ഞാൻ എന്നിട്ട് ഞാൻ ചോദിച്ചു കഴിയുമ്പോൾ പുള്ളി പറഞ്ഞു അത് വേണമെങ്കിൽ വാങ്ങിയാൽ മതി, എല്ലായിടത്തും അങ്ങനെ തന്നെയാണ്. അപ്പോൾ പല സ്ഥലത്ത് പല റേറ്റ് ആട്ടോ. അപ്പോൾ ഇതിൻ്റെ റേറ്റ് നിങ്ങൾ നോക്കുക, നിങ്ങൾക്ക് തിരിയുന്നുണ്ടോ നോക്കുക. 24 രൂപയാണ് ഇതിൻ്റെ റേറ്റ്. 24 രൂപ ഈ തിരിയുടെ ഒരു ബോക്സിന്. അപ്പോൾ 2 ബോക്സ് ആകുമ്പം എത്ര പൈസ വരും? 24 48 രൂപ വരും. അപ്പോൾ ആ സമയത്താണ് പുള്ളി പോട്ടെ 50 രൂപ കണക്ക് കൂട്ടിക്കോ, 2 കൂടി 25 50 കൂട്ടിട്ടെ, എന്നാൽ പോലും 50 രൂപ എക്സ്ട്രാ വാങ്ങിയത്. ഞാൻ അവിടെ തർക്കിച്ചു. അതിനുശേഷം ഞാൻ മേടിച്ചു. കാരണം വെച്ചാൽ ഇത് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി. ഇപ്പം നമുക്കറിയാം മാഹി പെരുന്നാൾ നടക്കുന്ന സമയമാണ്. അതിന് മുന്നേ നമുക്കിത് നോക്കി നോക്കാം എത്ര തിരി ഉണ്ടെന്ന്. നോക്കിയോ നിങ്ങൾ? ഞാൻ പൊട്ടിക്കുന്നുണ്ട്, ഞാൻ തന്നെ ക്യാമറ ഓടിക്കണം, അതുകൊണ്ടാണ്. നിങ്ങൾ നോക്കിക്കോ ഇതിനകത്തുള്ള തിരി. ഇതാണ് തിരി. ഒരു തിരിയുടെ സൈസ് നിങ്ങൾ നോക്കുക. ഒരു തിരിയുടെ സൈസ് ഈ തിരിനെക്കാട്ടിലും ഒരു 2 ഇരട്ടി ഉണ്ടാവും നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന 3 രൂപയുടെ തിരി. 3 രൂപയുടെ തിരി. അപ്പോൾ ഇതിനകത്തുള്ള തിരിയുടെ എണ്ണം നിങ്ങൾ നോക്കുക. 2, 4, 5. ഈ 5 തിരിക്കാണ് ഒരു ബോക്സിന് 50 രൂപ മേടിക്കുന്നത്. കൊള്ളാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലത്തെ കൊള്ള വേറെ ഉണ്ടാവില്ല. മാഹി പള്ളി പെരുന്നാളിന് എല്ലാവരും തന്നെ പോകുന്നതാണ്. നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. മാഹി പള്ളി പെരുന്നാളിന് എല്ലാവരും തന്നെ പോകുന്നതാണ്. ഈ വീഡിയോ മറ്റുള്ളവരിലേക്കും കൂടെ എത്തിക്കുക. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോകുന്നവർക്ക്, നിങ്ങൾ അങ്ങോട്ട് പോകുന്നുണ്ട് തിരികെ എത്തിക്കാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ വീട്ടിൽ നിന്ന് ഒരു 5 തിരിയോ, നിങ്ങൾക്ക് എത്ര പേരുണ്ടോ അത്രയും പേർക്ക് അനുസരിച്ച് നിങ്ങൾ തിരി വീട്ടിൽ നിന്ന് കൊണ്ടുപോവുക. വീടിനടുത്തുള്ള കടയിൽ നിന്ന് നിങ്ങൾ കൊണ്ടുപോവുക. ഇത് ഷെയർ ചെയ്യുക നിങ്ങൾ മറ്റുള്ളവരിലേക്ക്. കാരണം ഇത് പെരുന്നാളിൽ എത്ര പൈസ, എന്ത് പൈസയാണ് അവിടെ മുടിപ്പിക്കുന്നത്. ജനങ്ങൾ ഇഷ്ടം പോലെ അവിടെ വരുന്നുണ്ട്. അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ മാഹി പള്ളിയുടെ അല്ല ഇത്. അപ്പം ഇവന്മാർ കള്ളന്മാരെന്ന് പറഞ്ഞ കള്ളന്മാർ കൊന്നു മേടിക്കുക. അപ്പം ചിലപ്പോൾ നിങ്ങൾ ചോദിക്കുമായിരിക്കും പിന്നെ എന്നെ കാണിക്കാൻ ഇത് വാങ്ങുന്നതെന്ന്. ഇത് ശരിക്കും പറഞ്ഞാൽ ഞാൻ വാങ്ങിയത് എനിക്കിത് ആവശ്യം ഉണ്ടായിട്ടല്ല ഞാൻ വാങ്ങിയത്. ഇത് വാങ്ങിയത് നിങ്ങളിലേക്ക്. അത് ഞാൻ പൈസ കേട്ടപ്പോൾ ഞാൻ പിൻവലിഞ്ഞു. പിന്നെ ഞാൻ വിചാരിച്ചു എത്രയോ ആൾക്കാർ അവിടെ വരുന്നുണ്ടെന്നറിയോ. ഒരുപാട് ആൾക്കാർ അവിടെ വരുന്നുണ്ട്. അപ്പോൾ അവരെല്ലാം ഇങ്ങനെ പറ്റിക്കപ്പെടുമല്ലേ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു പറ്റിക്കപ്പെടൽ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ തിരി വാങ്ങിയിട്ട് ഞാൻ ഇതിനെക്കുറിച്ച് വീഡിയോ ഇടുന്നത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. എത്രത്തോളം കൊള്ളകളാണ് നടക്കുന്നത്. അത് മാത്രമല്ല, പാർക്കിംഗ് ഫീസ് ഞാൻ കാണിച്ചു തരാം. പാർക്കിംഗ് ഫീസ് അവിടെ പാർക്കിംഗ് ഫീസ് നിങ്ങൾക്ക് കാണിച്ചു തരാം. പാർക്കിംഗ് ഫീസ് 50 രൂപയാണ് അവിടെ വാങ്ങുന്നത്. 50 രൂപ കാണിച്ചു തരാം പാർക്കിംഗ് ഫീസ്. ഇതുണ്ടോ, പാർക്കിംഗ് ഫീസ് 50 രൂപയാണ് കേട്ടോ വാങ്ങുന്നത്. ഇത് കാണുന്നുണ്ടാവും. ഇതുണ്ടോ മാഹി വേണ്ടോ, പാർക്കിംഗ് ഫീസ് 50 രൂപ. 50 രൂപയാണ് വാങ്ങുന്നത്. നമ്മൾ സാധാരണ ഞങ്ങൾ കേരളം മുഴുവൻ പോയവരാം. എല്ലാ ജില്ലകളിലും ഞങ്ങൾ യാത്ര ചെയ്തവരാ. അപ്പോൾ എല്ലായിടത്തും പോയപ്പോഴും അത്രയും നല്ല ടൂറിസ്റ്റ് പ്ലേസ് സ്പോട്ടിൽ പോയപ്പോഴും അവിടെ മാക്സിമം വന്നിട്ടുള്ളത് 30 രൂപയാണ്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, എന്നാ കൊള്ളയാണ് നടക്കുന്നത്. എന്നാ കൊള്ളയെന്ന് വെച്ചാൽ എന്നാ കൊള്ളയാണ്. അപ്പം നിങ്ങൾ പാർക്കിംഗ് നമ്മൾക്ക് ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. വണ്ടി തലയിൽ വെച്ചുകൊണ്ട് നടക്കാനൊന്നും പറ്റത്തില്ല. പാർക്കിംഗ് നമ്മൾ പാർക്ക് ചെയ്യേണ്ടത് തന്നെ ആവശ്യമാണ്. അത് പിന്നെ ഓക്കെ പോട്ടെ നോക്കാം. പക്ഷേ ഈ തിരിയുടെ കാര്യം ദയവ് ചെയ്ത് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക. ഇത് വെറും തട്ടിപ്പാണ്, ഉഡായിപ്പാണ്. 100 രൂപ കൊടുത്ത് ചിലവരൊക്കെ തിരി മേടിക്കേണ്ട ചിലപ്പം അത്രയും താല്പര്യം ഉണ്ടാവുമായിരിക്കും. അവിടെ തിരികെ എത്തിക്കണം എന്നുള്ള താല്പര്യം കൊണ്ടൊക്കെ ഒരു പക്ഷേ 100 രൂപ അല്ലേ എന്തേലും ആവട്ടെ എന്നൊക്കെ ചോദിച്ചു. പക്ഷേങ്കിൽ അതല്ല. ഇപ്പോൾ ഒരു 5 രൂപ നമ്മൾ കൂടുതൽ ലാഭം കൊടുത്താലും ഒന്നും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇത് എന്തുവാ ഇത്? ഉഡായിപ്പിൻ്റെ അങ്ങേയറ്റം. നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. എന്നിട്ട് ഇതുപോലെ പോകുന്നവർക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക. എന്നിട്ട് പറയുക
മനസ്സിലാക്കുക. ഇല്ലേ മറ്റുള്ളവരോട് നിങ്ങൾ പറയുക. പോകുന്നവർ വീട്ടിൽ നിന്ന് നാട്ടിൽ നിന്ന് 3 രൂപയ്ക്ക് നല്ല സൈസുള്ള തിരി കിട്ടും. നല്ല സൈസുള്ള 3 രൂപയ്ക്ക് നിങ്ങൾ തിരി വാങ്ങിയിട്ട് മര്യാദയ്ക്ക് മാന്യമായിട്ട് നിങ്ങൾക്ക് പോയി കത്തിക്കാം. ഒരു കുഴപ്പമില്ല. ഇമ്മാതിരി ഉഡായിപ്പുകൾ എന്ന് പറഞ്ഞാൽ ഉഡായിപ്പുകളുടെ, എനിക്കിത് വീഡിയോ ഇടണമെന്ന് തോന്നി, ഉഡായിപ്പുകളുടെ സ്ഥലത്ത് നിങ്ങൾ സാധനങ്ങൾ വാങ്ങാതിരിക്കുക. കാരണം വെച്ചാൽ ഇത് ശരിക്കും മാഹിപ്പള്ളിയുടെ അല്ല, അത് വേറെ ഇങ്ങനെ ആൾക്കാരിങ്ങനെ വെറുതെ തിരി ഇങ്ങനെ മേടിച്ചിട്ട് അവിടുന്ന് ഇവിടുന്നൊക്കെ മേടിച്ചിട്ട് ഈ പൈസയ്ക്ക് അങ്ങ് വിൽക്കുകയാണ്. ഓക്കെ, ലാഭം എടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, അവിടുന്ന് ഒരു എക്സ്ട്രാ 5 റുപ്യ എടുത്തെന്ന് വിചാരിച്ചതൊന്നും കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇതൊന്നും ഒരിക്കലും ശരിക്കും പറഞ്ഞാൽ അധികാരികളിലേക്ക് എത്തിക്കേണ്ടതാണ്. ഞാൻ ചോദ്യം ചെയ്ത് കഴിഞ്ഞപ്പോഴത്തെ പുള്ളി പറയാം, നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്തോളാം എന്ന് പറഞ്ഞ പുള്ളി അങ്ങ് പോയി. ശരിക്കും എനിക്ക് പിടിക്കാൻ പറ്റില്ല. എന്താണെങ്കിൽ നമ്മൾ ഇങ്ങനെ ഇതിനൊക്കെ എതിരെ പ്രതികരിക്കണം, മനസ്സിലായോ? എല്ലാവരും കഷ്ടപ്പെട്ടിട്ടൊക്കെയല്ലേ ജീവിക്കുന്നത്. എല്ലാവരും കഷ്ടപ്പെട്ട് എങ്ങനെയൊക്കെ ജീവിതം മുന്നോട്ട് തള്ളി നീക്കണം, എവിടെയെങ്കിലൊക്കെ പോയാൽ രക്ഷ കിട്ടും എന്നുള്ള ഓരോരോ വിശ്വാസത്തിൻ്റെ പുറത്ത് അവിടെ ഇവിടെയൊക്കെ പോകുമ്പം അവിടുന്നും പറ്റിക്കപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അവസ്ഥ ഇത്? അപ്പം ദയവ് ചെയ്ത് ഇത്തരം സ്ഥലങ്ങളിൽ പോകുമ്പോൾ ഒരിക്കലും അവിടുത്തെ ആരാധനാലയത്തിൻ്റെയോ ഇല്ലെങ്കിൽ ഏതെങ്കിലും നമ്മളൊരു സ്ഥലത്ത് ഏതെങ്കിലും ഒരു ആരാധനാലയത്തിൽ പോവുകയാണെങ്കിൽ അവരുടെ പ്രശ്നം കൊണ്ടല്ല ഇതിങ്ങനെ വ്യക്തികൾ, അതായത് മാഹി പള്ളിയും ഈ ഗ്രൗണ്ടും തമ്മിൽ കുറേ ദൂരമുണ്ട്. അപ്പം ഇതൊന്നും അവരുടെ ഒന്നും അല്ല, ആരൊക്കെയോ ഇങ്ങനെ വന്ന് വിൽക്കുന്നു. ഇത് തന്നെ ഉഡായിപ്പ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ഉഡായിപ്പ്? അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. ഇത്തരത്തിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ, ഇത്തരത്തിൽ എന്തെങ്കിലും സോഷ്യൽ പരമായിട്ടുള്ള കാര്യങ്ങളിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ വാട്സാപ്പിൽ ബന്ധപ്പെടേണ്ടതാണ്. നമ്മുടെ വാട്സാപ്പ് നമ്പർ ഇതിൻ്റെ കൂടെ കൊടുക്കുന്നുണ്ട്. അപ്പം തീർച്ചയായിട്ടും നമ്മൾ സോഷ്യൽ പരമായിട്ടുള്ള കാര്യങ്ങളും ഇടും. നമ്മൾ വ്ളോഗ് മാത്രമല്ല, നമ്മളെല്ലാ കാര്യത്തിലും നമ്മൾ ഇടപെടും. മനുഷ്യൻ എന്ന രീതിയിൽ, സാമൂഹ്യ ജീവി എന്ന രീതിയിൽ നമ്മളെല്ലാ കാര്യത്തിലും ഇടപെടും. നമ്മൾ നമ്മുടേതായ വീഡിയോകളിടും, നമ്മുടെ ഫാമിലി വ്ളോഗിടും, അതോടൊപ്പം തന്നെ സോഷ്യൽ പരമായിട്ടുള്ള കാര്യങ്ങളിടും. അപ്പം ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഇത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സാപ്പിൽ ബന്ധപ്പെടാവുന്നതാണ്. ഓക്കെ.